വീട്ടിലുള്ള മുതിർന്നവരുടെ ഫോൺ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന കണ്ടന്റുകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കാതിരിക്കാൻ, അവർക്ക് ഫോൺ കൈമാറുന്ന സമയത്ത് ഇത്തരത്തിലേക്ക് കണ്ടന്റുകളൊക്കെ അവർക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു സെറ്റിങ്സ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ. എന്താണ് കാര്യങ്ങളൊക്കെ ആണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ബട്ടൺ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴേക്ക് ഫുൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും സെറ്റിങ്സ്. ഈ സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മൂന്നാമത് ഓപ്ഷൻ കാണാൻ സാധിക്കും ഫാമിലി എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ. ആ ഫാമിലി എന്നതിൻ്റെ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റു ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് കൈമാറുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ വന്നിട്ട് ഇവിടെ പാരൻ്റൽ കൺട്രോൾ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ അത് കൺട്രോൾ ഓഫായിരിക്കുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. അത് കുട്ടികൾക്ക് കൈമാറുന്ന സമയത്ത് നിങ്ങൾ എനേബിൾ ആക്കുന്ന സമയത്ത് നിങ്ങൾ മറക്കാത്ത ഒരു പിൻ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്യണം. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് 1 2 3 4 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞ് അങ്ങനെ കൺഫേം ചെയ്തതിന് ശേഷം അത് ഓൺ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആപ്സ് ആൻഡ് ഗെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവർ എത്ര വയസ്സുള്ളവരാണ് എന്നത് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 7+ ആണെങ്കിൽ 7+ ആക്കി കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുക. അപ്പോൾ അവർക്ക് 7 വയസ്സിന് താഴെ ആ ഒരു വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്പുകൾ മാത്രമേ അവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി അതുപോലെ തന്നെ ഫിലിംസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കിവിടെ യു എന്ന് പറഞ്ഞ ഫസ്റ്റത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത്തരത്തിൽ ചെറിയ വിദ്യാർത്ഥികൾക്ക് കാണാൻ പറ്റുന്ന ഫിലിംസ് മാത്രമേ ഈ പ്ലേ സ്റ്റോറിൽ അവർക്ക് കാണിക്കുകയുള്ളൂ. എന്നിട്ട് ഇവിടെ സേവ് കൊടുക്കണം. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ബുക്സ്. അത്തരത്തിലുള്ള ബുക്കുകളും അവർക്ക് വായിക്കാൻ സാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബുക്സ് വന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ഓപ്ഷന് എനേബിൾ ആക്കിയിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾക്ക് കൈമാറുന്ന സമയത്ത് ഇത്തരത്തിൽ ആക്കി വെച്ചാൽ അവർക്ക് നമ്മൾ കാണുന്ന കണ്ടന്റുകളും നമ്മൾ ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള ആപ്ലിക്കേഷനൊന്നും അവർക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവർക്ക് കുട്ടികൾക്ക് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് കൺട്രോളിൽ വന്നതിന് ശേഷം നിങ്ങളിവിടെ ഡിസേബിൾ ആക്കാൻ മറക്കരുത്. ഡിസേബിൾ ആക്കുന്ന സമയത്ത് പിൻ നമ്പർ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ പിൻ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കൽ നിർബന്ധമായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓൾ ദി ബെസ്റ്റ്.